ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഫൈനലി നമ്മുടെ അർജന്റീന വേഴ്സസ് ജോർദാൻ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മാച്ച് പറയുകയാണെങ്കിൽ കള്ള കളി വരുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഫൈനലിൽ പോയിട്ട് സെമി അല്ല, കപ്പും ഇല്ല, ഫൈനലും ഉണ്ടാവില്ല, സെമിയും ഉണ്ടാവില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ഉറപ്പാ. ഇനി അടുത്ത മാച്ചൊക്കെ ക്രൊയേഷ്യനോട് വരുന്നുണ്ട്, സ്പെയിനോട് വരുന്നുണ്ട്. ഇങ്ങനെ പോകണം ഉറപ്പാ. എവിടെ എത്തൂല. ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് ആയിട്ട് സന്തോഷത്തോടെ പടി ഇറങ്ങാനുള്ള ആ ഒരു പരിപാടി നമുക്ക് ഇനി കാണാൻ കിട്ടിയെന്ന് വരില്ല, ഉറപ്പാ. ഓ മാൻ, എന്തോ ഒരു കളിയാ കളിച്ചു കിട്ടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു മാച്ചിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ. ആ ഒന്നും ഒരു ശരിയായില്ല ശരിക്കും പറഞ്ഞ. യാ, എന്താവോ എന്തോ. ഇനിയിപ്പോ യാ അർജന്റീനന്റെ മാച്ച് നോക്കുകയാണെങ്കിൽ അർജന്റീന വേഴ്സസ് ജോർദാൻ മാച്ച് വണ്ടർഫുൾ ആയിരുന്നു. അടിപൊളി മാച്ചായിരുന്നു. ലാസ്റ്റത്തെ 80-ാം മിനിറ്റിൽ മെസ്സി ഇറങ്ങുന്നു. എടാ വേറൊരു കാര്യം എന്താ വെച്ചാല്, എല്ലാ കളി ഇപ്പൊ ടോപ്പ് സ്കോറർ മെസ്സിയാണ്. 6 ഗോളായിട്ട് ടോപ്പ് സ്കോറർ മെസ്സിയാണ് ഫിഫയില്. എന്ത് മനുഷ്യനാടാ. ഏതിനും ഇല്ലാണോ ഇങ്ങനെ ഒരു മനുഷ്യന് കളിക്കാൻ പറ്റുമോ? ഞെട്ടിപ്പോയി. 80-ാം മിനിറ്റിൽ ആ ഒരു ഫ്രീ കിക്ക് ഗോൾ എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. ഒന്നൊന്നര പൊളി. ഞാൻ അത്ര പറയാനുള്ളൂ. എന്റെ പൊന്നെ, നീ സമ്മതിക്കണം കേട്ടോ. മെസ്സിനൊക്കെ സമ്മതിച്ചേ പറ്റുള്ളൂ. ക്രിസ്ത്യാനോന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വെരി ബാഡ്. ഇപ്പൊ അത്ര പറയാനുള്ളൂ. വെരി ബാഡ് വെച്ചാൽ വെരി ബാഡാണ് ക്രിസ്ത്യാനോ കളിച്ചത്. അർജന്റീന തിമിർത്താടി. ഇനി അർജന്റീനയുടെ അടുത്ത മാച്ച് വരുന്ന ആരോടാ? ഷായ ഞാൻ നോക്കിയില്ല. പോർച്ചുഗലിനെ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അടുത്ത മാച്ച് ക്രൊയേഷ്യനോടാണ്. എന്തായാലും ഞാൻ അർജന്റീന കാര്യം നോക്കണം. നമുക്ക് വേണമെങ്കിൽ ഫൈനലിൽ കപ്പും കൊണ്ട് നമുക്ക് അർജന്റീന പോകാനുള്ള എല്ലാ ചാൻസും, കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പടിച്ച മാതിരി തന്നെ ഇപ്രാവശ്യം അർജന്റീന തന്നെ വിന്നാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ബട്ട് നമുക്ക് ഫ്രാൻസിനും സ്പെയിനൊക്കെ നമുക്ക് നോക്കണം. ബട്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്നാലും അർജന്റീന ഒരു പിടി മുന്നിലാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീന വിൻ ആകും. 2026 അർജന്റീന എന്തായാലും വിൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. ഇപ്പം മറിച്ചെങ്കിൽ പോർച്ചുഗലിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് പോർച്ചുഗൽ കപ്പടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സമ്മതിക്കൂല, അവന്മാര് സമ്മതിക്കൂല. അത്യാവശ്യം നല്ലൊരു കളിയൊക്കെ ആണെങ്കിൽ എന്താ പറയാ, ഈ കൊളംബിയൻ മാച്ച് പോട്ടെ, ഇനി ക്രൊയേഷ്യനോടുള്ള കളിയൊക്കെ അത്യാവശ്യം നല്ല കളി കളിക്കാനുള്ള ആൾക്കാർ അതിലുണ്ട്. എന്നിട്ടും അവന്മാര് കളിക്കുന്ന നോക്കിയാടെ. ഈ മാച്ച് തന്നെ കണ്ടാൽ വിളിക്കും, മാച്ചിൽ തന്നെ ഒരു ചടപ്പ് പിടിച്ചു പോയി അവരുടെ ആ കളി കണ്ടപ്പോൾ തന്നെ. പോർച്ചുഗൽ ഇനി വിന്നാവാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു സെമി എത്താൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ, ഫൈനൽ എത്താൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ അഫ്കോഴ്സിൽ ഒരു ചാൻസും ഇല്ല. ഈ ഒരു കളിയാണ് മുന്നോട്ട് പോകണമെങ്കിൽ, ഈ ഒരു കളിയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എവിടെ എത്താൻ പോകുന്നില്ല. നമുക്ക് അവരുടെ കളി കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോൾ ഫാൻസൊക്കെ ക്രിസ്ത്യാനോ ഇനിയിപ്പോൾ കരഞ്ഞ് ഇറങ്ങി പോകേണ്ടി വരും. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അർജന്റീന ബ്രസീലിന്റെ കാര്യത്തിലേക്ക് അങ്ങനല്ല. അവന്മാർ എന്തായാലും അടിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. യാ, ഈ മാച്ചും ഇന്നത്തെ മാച്ചും സൺഡേ മാച്ചും ഒരു വമ്പൻ ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. ഇനി എന്താവോ എന്തോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. യാ, നെക്സ്റ്റ് അർജന്റീനന്റെ മാച്ചിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റിംഗ് ആണോ? അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ബൈ.